എല്ലാവരും ജീവിതത്തിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്നവരുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ വിജയിക്കാനുള്ളൊരു സൂത്രം ഞാൻ പറയാം. ഒരിടത്തൊരിടത്ത് കായികാഭ്യാസിയായ ഒരു ബാലനുണ്ടായിരുന്നു. അവന് വിജയം എന്നാൽ മത്സരത്തിൽ പങ്കെടുക്കുക, എന്നിട്ട് ഒന്നാമനാവുക എന്നത് മാത്രമായിരുന്നു. ഒരു ദിവസം അവനും മറ്റു 2 ചെറിയ കുട്ടികളുമായി അവൻ തൻ്റെ ഗ്രാമത്തിൽ ഓട്ടമത്സരം സംഘടിപ്പിച്ചു. ആ ആവേശകരമായ മത്സരത്തിന് സാക്ഷികളാവാൻ വൻ ജനാവലി തന്നെ അവിടെ തടിച്ചുകൂടിയിരുന്നു. അങ്ങ് ദൂരെ ദിക്കിൽ നിന്നും വന്ന ജ്ഞാനിയായ വൃദ്ധൻ ഉണ്ടായിരുന്നു. നമ്മൾ കാത്തിരുന്ന ആ മത്സരം ആരംഭിച്ചു. എല്ലാവരും ആദ്യം ഒരുപോലെ ഓടിയെങ്കിലും ആ ബാലൻ തൻ്റെ കഴിവും ശക്തിയും ഉപയോഗിച്ച് കുതിക്കുകയും അവൻ ഒന്നാമനാവുകയും ചെയ്തു. വൻ കരഘോഷങ്ങളോടെ അവനെ ആളുകൾ സ്വീകരിച്ചു. എന്നാൽ ആ ജ്ഞാനിയായ വൃദ്ധൻ ഒരു സന്തോഷവും കാണിക്കാതെ അവിടെ ശാന്തനായി നിന്നു. എന്നാലും തൻ്റെ വിജയത്തിൽ അവന് അഭിമാനവും സന്തോഷവും ഉണ്ടായിരുന്നു. പിന്നെ വീണ്ടും മത്സരം നടത്താൻ തീരുമാനിച്ചു. 2 ശക്തരായ യുവാക്കളുമായി ആ ബാലൻ എതിരിടാൻ തയ്യാറായി. അവൻ തന്നെ വീണ്ടും വിജയിച്ചു. വൻ കരഘോഷങ്ങളോടെ അവനെ ജനങ്ങൾ സ്വീകരിച്ചു. എന്നാൽ ഒരു സന്തോഷവും കാണിക്കാതെ ആ ജ്ഞാനിയായ വൃദ്ധൻ ശാന്തയായി അവിടെ നിന്നു. എന്നാലും തൻ്റെ വിജയത്തിൽ അവന് അഭിമാനവും സന്തോഷവും ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ ആർത്തു വിളിച്ചു പറഞ്ഞു, വീണ്ടും മത്സരം, വീണ്ടും മത്സരം. അപ്പോൾ ആ ജ്ഞാനിയായ വൃദ്ധൻ മുന്നോട്ട് വന്നു. എന്നിട്ട് അവന് 2 പുതിയ എതിരാളികളെ കൊടുത്തു, ഒരു അന്ധനായ വൃദ്ധനെയും അവശയായ സ്ത്രീയെയും. അപ്പോൾ ആ കുട്ടി തമാശ രീതിയിൽ ചോദിച്ചു, എന്താണിത്? അപ്പോൾ ആ ജ്ഞാനിയായ വൃദ്ധൻ പറഞ്ഞു, മത്സരിക്കൂ. അപ്പോൾ അവൻ തന്നെ ഓടുകയും അവൻ തന്നെ വിജയിച്ചു. അവൻ കാണികൾക്ക് നേരെ തൻ്റെ കൈ വീശി. എന്നാലും ഒരു സന്തോഷവും കാണിക്കാതെ കാണികൾ നിന്നു. എന്നാൽ ആ മറ്റു 2 പേർ അവിടെ തുടങ്ങിയിടത്ത് തന്നെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ആ ജ്ഞാനിയായ വൃദ്ധനോട് ആ ബാലൻ ചോദിച്ചു, അപ്പൂപ്പ അപ്പൂപ്പ, എന്തുകൊണ്ടാണ് ജനങ്ങൾ എൻ്റെ സന്തോഷത്തിൽ പങ്കുചേരാത്തത്? അപ്പോൾ അപ്പൂപ്പൻ പറഞ്ഞു, വീണ്ടും മത്സരം നടത്തൂ. ഇപ്രാവശ്യം നീ അവരുടെ 2 പേരുടെയും കൈ പിടിച്ച് പതുക്കെ പതുക്കെ നടന്ന് അവരുടെ ലക്ഷ്യസ്ഥാനത്തെത്താൻ സഹായിച്ചു. ആ ബാലൻ കുറച്ചു നേരം ആലോചിച്ചു. എന്നിട്ട് മത്സരം ആരംഭിച്ചു. ആ അന്ധനായ വൃദ്ധന്റെയും അവശയായ സ്ത്രീയുടെയും കൈ പതുക്കെ ആ ബാലൻ പിടിച്ചു. എന്നിട്ട് പതുക്കെ പതുക്കെ നടന്ന് ലക്ഷ്യസ്ഥാനത്തെത്തി. അപ്പോൾ വൻ കരഘോഷങ്ങളോടെ അവനെ ജനങ്ങൾ സ്വീകരിച്ചു. അപ്പോൾ ആ അപ്പൂപ്പൻ പുഞ്ചിരിയോടെ തലയാട്ടി. അപ്പോൾ അവന് ഒരു കാര്യം മനസ്സിലായില്ല. അപ്പോൾ അവൻ അപ്പൂപ്പനോട് ചോദിച്ചു, അപ്പൂപ്പ അപ്പൂപ്പ, അവർ ഞങ്ങളിൽ ആർക്കു വേണ്ടിയാണ് കൈയടിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ അപ്പൂപ്പൻ അവൻ്റെ തോളുകളിൽ കൈവച്ച് കണ്ണുകളിലേക്ക് നോക്കി പതുക്കെ പറഞ്ഞു, മകനെ, നീ മത്സരിച്ചിട്ടുള്ള ഏത് മത്സരത്തിനേക്കാളും ഏറ്റവും കൂടുതൽ തിളക്കമുള്ളതാണ് ഈ മത്സരം. അപ്പൂപ്പൻ പറഞ്ഞു. അപ്പോൾ അവൻ, നിങ്ങൾ ജീവിതത്തിൽ എന്തിനു വേണ്ടിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ചോദ്യങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കപ്പെടുമെന്നും അതുകൊണ്ട് ഓടുക, ജീവിതം എന്ന ഈ മത്സരത്തിൽ ഓടുക തന്നെ ചെയ്യുക. നന്ദി, നമസ്കാരം.